ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ സർവകലാശാല കലോത്സവം സ്റ്റേജിന മത്സരങ്ങൾക്ക് തുടക്കം. സ്റ്റേജിതര മത്സരത്തിൽ ബ്രണ്ണൻ കോളേജ് ജേതാക്കൾ. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ കോർ ബാങ്കിംഗ് സേവനം നിലവിൽ വന്നു. കാഞ്ഞങ്ങാട് IMA ആരോഗ്യ മൈത്രി പദ്ധതിക്ക് തുടക്കമായി. സ്വർണ്ണക്കടത്ത് പ്രതികൾ 5ലധികം തവണ സ്വർണം കടത്തിയതായി കണ്ടെത്തി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ചിന്മയാനന്ദ സ്വാമിയുടെ ജന്മദിനാഘോഷം. ചിന്മയാവിഷന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ഗീതാപാരായണം നടന്നു. നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന്റെ സ്റ്റേജിന മത്സരത്തിന് തിരിതെളിഞ്ഞു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നടക്കുന്ന കലോത്സവത്തിലെ സ്റ്റേജിതര മത്സരത്തിന് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ജേതാക്കളായി. കലോത്സവം ഞായറാഴ്ച സമാപിക്കും. രാഗ താള ലയങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള കലാമത്സരങ്ങൾക്ക് പടന്നക്കാട് നെഹ്റു കോളേജിലെ വേദികൾ സാക്ഷിയായി. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾ വെള്ളിയാഴ്ച തുടങ്ങി. 9 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. 1ാം വേദിയിൽ ഭരതനാട്യവും 2ാം വേദിയിൽ മാർഗംകളിയും അരങ്ങേറി. മികച്ച നിലവാരം പുലർത്തിയ മത്സരങ്ങൾ കാണാൻ ജില്ലക്കകത്തു നിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ആസ്വാദകരാണ് നെഹ്റു കോളേജിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേജിതര മത്സരങ്ങളിൽ ചിത്രസാഹിത്യ ഉത്സവത്തിൽ 108 പോയിന്റ് നേടി തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ജേതാക്കളായി. 85 പോയിന്റ് നേടി സർ സയ്യിദ് കോളേജ് 2ാം സ്ഥാനവും 82 പോയിന്റ് നേടി കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് 3ാം സ്ഥാനവും നേടി. ബ്രണ്ണൻ കോളേജിലെ MV നിജേഷിനെ സാഹിത്യ പ്രതിഭയായും പിലാത്തറ ലാസ്യ കോളേജിലെ PV ലിജിയെ ചിത്രപ്രതിഭയായും തെരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ കോർ ബാങ്കിംഗ് സിസ്റ്റം നിലവിൽ വന്നു. ബാങ്കിലെ സേവിംഗ് വിഭാഗത്തിൽ കോർ ബാങ്കിംഗ് സേവനം ലഭ്യമാകും. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലെ സേവിംഗ്സ് വിഭാഗം കോർ ബാങ്കിംഗ് സേവനം നിലവിൽ വന്നു. ജില്ലയിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ കോർ ബാങ്കിംഗ് സമ്പ്രദായം നിലവിലുണ്ട്. കോർ ബാങ്കിംഗ് നിലവിൽ വന്നതോടെ രാജ്യത്തെ കോർ ബാങ്കിംഗ് നിലവിലുള്ള മറ്റു പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും പണം പിൻവലിക്കാനാവും. കാസർഗോഡ് ഡിവിഷണൽ പോസ്റ്റൽ സൂപ്രണ്ട് PV കേശവൻ കോർ ബാങ്കിംഗ് സേവനം ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ കോർ ബാങ്കിങ്ങിലേക്ക് മാറുകയാണ്. ഈ ഫെബ്രുവരി നാളത്തോടുകൂടി 28 കേരളത്തിലെ 51 ഹെഡ് പോസ്റ്റ് ഓഫീസുകളും കോർ ബാങ്കിങ് സൊല്യൂഷനിലേക്ക് മാറിയിരിക്കും. അതിനുശേഷം അതിന് പിന്നാലെ അടുത്ത സബ് പോസ്റ്റ് ഓഫീസുകളും എല്ലാ സബ് പോസ്റ്റുകളും ഒരു ഫേസ്ഡ് മാനറിൽ ഇതൊക്കെ കോർ ബാങ്കിങ് സൊല്യൂഷനിലേക്ക് മാറുകയാണ്. C. രാഹുൽ, M. വിപിൻ, TA. ശംസുദ്ദീൻ എന്നിവർക്ക് ഉപഹാരം നൽകി. പോസ്റ്റ് മാസ്റ്റർ PC. ഉഷ അധ്യക്ഷയായി. V. പന്നകട, C. രാഹുൽ എന്നിവർ സംസാരിച്ചു. CK. അശോക് കുമാർ സ്വാഗതവും PV. ശരത് നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് IMA ആഭിമുഖ്യത്തിൽ ആരോഗ്യ മൈത്രി പദ്ധതി തുടങ്ങി. ഹോസ്ദുർഗ് തെരുവത്ത് ഗവൺമെന്റ് LP സ്കൂളിലാണ് പദ്ധതിക്ക് തുടക്കമായത്. IMA പൊതുജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് തെരുവത്ത് ഗവൺമെന്റ് LP സ്കൂളിൽ ആരോഗ്യ മൈത്രി പദ്ധതി ആരംഭിച്ചത്. ആരോഗ്യ മൈത്രി പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ ക്ലാസുകൾ, മെഡിക്കൽ ചെക്കപ്പുകൾ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആരോഗ്യമുള്ള ശിശുക്കൾ നാടിന്റെ സമ്പത്ത് എന്ന ലക്ഷ്യവുമായി സംഘടിപ്പിച്ച പരിപാടി സബ് കളക്ടർ K. ജീവൻ ബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യം എന്നതുകൊണ്ട് ലോകാരോഗ്യ സംഘടന തന്നെ ഉദ്ദേശിക്കുന്ന മാനസികമായും ശാരീരികവുമായും രോഗങ്ങളിൽ നിന്ന് മാത്രമുള്ള ഒരു പീഡയല്ല, ഒരു സംതൃപ്തമായിട്ടുള്ള ഒരു ജീവിതം. അതാണ് നമ്മളൊരു ആരോഗ്യം എന്നുള്ള അവസ്ഥയെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു 50 വർഷം മുമ്പത്തെ കേരളത്തിൽ നിന്ന് ഇന്നുവരെ എത്തിയപ്പോൾ നമ്മുടെ സാമൂഹ്യ പുരോഗതിയുടെ ഭാഗമായിട്ട് പിന്തുടർന്നു വന്ന സർക്കാരുകളുടെ നയങ്ങളുടെ ഭാഗമായിട്ട് ജനക്ഷേമകരമായ വിവിധ രീതിയിലുള്ള നടപടികൾ മുൻകൈയെടുത്ത രാജാക്കന്മാരുടെ സമഫലമായിട്ട് നമ്മുടെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും സാമൂഹിക സംഘടനകളുടെയും പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ പണ്ടുണ്ടായിരുന്ന അവസ്ഥ ഒത്തിരിയേറെ മാറ്റം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ P. കൃഷ്ണൻ പദ്ധതി അവലോകനം നടത്തി. IMA പ്രസിഡന്റ് ഡോക്ടർ കിഷോർ കുമാർ അധ്യക്ഷനായി.
മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ മുഖ്യാതിഥിയായി. കൗൺസിലർ വിജയ മുകുന്ദ്, ടി സുമയ്യ, മടിക്കെ കമ്മാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ബൽറാം നമ്പ്യാർ സ്വാഗതവും ഹെഡ്മാസ്റ്റർ കെ രാഘവൻ നന്ദിയും പറഞ്ഞു. സ്വർണ്ണക്കടത്ത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസമാണ് കാസർകോട്ട് അബ്ദുള്ള കുഞ്ഞി, മുഹമ്മദ് റഷീദ് എന്നിവർ സ്വർണ്ണക്കടത്തിന് പിടിയിലായത്. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച തുടരന്വേഷണം റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസുമായിരിക്കും നടത്തുക. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ്, ഡിവൈഎസ്പി ടി പി രഞ്ജിത്ത് എന്നിവരുടെ നിർദ്ദേശപ്രകാരം ആദൂർ സി സതീഷ് കുമാർ, SI ടി പി ദയാനന്ദൻ എന്നിവരാണ് സ്വർണവുമായി 2 പേരെ അറസ്റ്റ് ചെയ്തത്. പെരുമ്പള കോളിയടുക്കത്തെ ജമാലിന്റെ മകൻ അബ്ദുള്ള കുഞ്ഞി, മേൽപ്പറമ്പിലെ മുഹമ്മദ് കുഞ്ഞിയുടെ മകൻ മുഹമ്മദ് റസാഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ബാംഗ്ലൂരിൽ നിന്ന് സുള്ളിയിലെത്തിയ യുവാക്കൾ കാസർകോട്ടേക്കുള്ള KSRTC ബസ്സിലെ യാത്രക്കാരായിരുന്നു. ഷാർജയിൽ നിന്നും ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ എത്തിച്ച സ്വർണം ബസ് വഴി കാസർകോട്ടേക്ക് കടത്തുകയായിരുന്നു. 4 ലഗേജുകളാണ് അറസ്റ്റിലായവരുടെ കൈവശം ഉണ്ടായിരുന്നത്. ഒരു സൂട്ട് കേസ്, 2 ട്രോളി ബാഗുകൾ, ഒരു സാധാരണ ബാഗ് എന്നിവയാണിവ. ഇതിൽ ട്രോളി ബാഗിനകത്താണ് സ്വർണം ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ബാഗിനകത്ത് തുണിത്തരങ്ങൾ നിറച്ച നിലയിലായിരുന്നു. ഉരുക്കിയ സ്വർണം ബാഗിന്റെ മേൽഭാഗം മുറിച്ച് അതിനകത്ത് വെച്ച് തുന്നിച്ചേർത്ത ശേഷം ബാഗ് നിർമ്മിക്കാൻ ഉപയോഗിച്ച അതേ മെറ്റീരിയൽ ഉപയോഗിച്ച് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ തുന്നിച്ചേർക്കുകയായിരുന്നു. സുള്ളിയിൽ നിന്നും കാസർഗോഡിലേക്ക് വരേണ്ടവർ KSRTC ബസ്സിലെ 2 പേരിനെ പിടിച്ചിട്ട് ആൾക്കാരനെ കൊണ്ടുവന്നു. അവരെ പരിശോധിച്ചു. അവർ കൂടെ ഉണ്ടായിരുന്ന ലഗേജിനെ പരിശോധിച്ച സമയത്ത് ഞങ്ങൾക്ക് കണ്ടത് അവർ മൊത്തത്തിൽ അവർക്ക് സ്വർണ്ണം ഉണ്ടായിരുന്നു. ആ സൂട്ട് കേസിൻ്റെ കവറിൽ ഒരു എക്സ്റേ സ്കാനർക്ക് പോലെ കണ്ടുപിടിക്കാത്ത രീതിയിൽ ഇതിൽ ഉള്ളിൽ ഒട്ടിച്ച രീതിയിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു. മൊത്തം സ്വർണ്ണ കണക്കാക്കിയാൽ ആ സ്വർണ്ണ ഉദ്ദേശം 1300 ഗ്രാം. സ്പെസിഫിക് ആയിട്ട് പറയണം മീൻസ് 1290 ഗ്രാംസ്. ഇന്നത്തെ പൈസ കണക്കാക്കിയാൽ അതൊരു 35 ലക്ഷം വില വരുന്ന സ്വർണ്ണമാണ്. ഇത് പ്യൂർ സ്വർണ്ണ, അറൗണ്ട് 24 സ്വർണ്ണ ആയിരിക്കണം. ഇത് 4 സൂട്ട് കേസിലെ വ്യത്യസ്ത 4 സൂട്ട് കേസിൽ ആയിട്ടാണ് ഉണ്ടായിരുന്നു. ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങളായ പ്രദീപ് കുമാർ ചവറ, സുനിൽ അബ്രഹാം, ഷാജു, പ്രതീഷ് ഗോപാൽ, പോൾ അനീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സിൽവർ ജൂബിലി ആഘോഷം VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ തന്നെ സാധാരണ പറയാറുള്ളത് പോലെ ഒരു കെട്ടിടം കെട്ടിയാൽ ആ കെട്ടിടത്തിന്റെ ഉറപ്പ് എന്ന് പറയുന്നത് തറയാണ്, അടിത്തറയാണ്. അതുപോലൊരു ക്ലബ്ബ് രൂപീകരിച്ചാൽ അതിന്റെ ഒരു നിലപാട് തറ. കെട്ടിടങ്ങൾക്ക് അടിത്തറയുള്ളതുപോലെ സംഘടനകൾക്ക് ഒരു നിലപാട് തറയുണ്ടാകും. ആ നിലപാട് തറയിലാണ് അതിന്റെ ആയുസ്, അതിന്റെ പ്രസരിപ്പും അതിന്റെ ഗാംഭീര്യവുമെല്ലാം നിലനിൽക്കുന്നത്. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമള ദേവി ആദരിച്ചു. എഴുത്തുകാരൻ പയ്യന്നൂർ കുഞ്ഞിരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. രതീഷ് നെല്ലിക്കാട്ട് അധ്യക്ഷനായി. P നാരായണൻ, നെല്ലിക്കാട്ട് കുഞ്ഞമ്പു, M പുഷ്പലത എന്നിവർ സംസാരിച്ചു. K രതീഷ് കുമാർ സ്വാഗതവും മുരളീധരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് തെരുവ് നാടകവും അരങ്ങേറി. സ്വാമി ചിന്മയാനന്ദജിയുടെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് ചിന്മയ മിഷന്റെ ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ ഗീതാപാരായണം സംഘടിപ്പിച്ചു. അദ്യാമ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് സമ്പൂർണ്ണ ഗീതാപാരായണം നടക്കുന്നത്. സ്വാമി ചിന്മയാനന്ദജിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സമ്പൂർണ്ണ ഗീതാപാരായണത്തിൽ 1000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്വാമി വിവേകാനന്ദ സരസ്വതി ഭദ്രദീപം കൊളുത്തി സമ്പൂർണ്ണ ഗീതാപാരായണത്തിന് തുടക്കമിട്ടു. ക്രമേണ നിങ്ങൾ വളരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ശ്ലോകം എനിക്ക് അറിയാവുന്ന ശ്ലോകങ്ങള് അതിന്റെ അർത്ഥം എന്താണ്, അതിനെപ്പറ്റി ആലോചിക്കും, ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള ഉത്കടമായിട്ട് ആഗ്രഹം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഗീതാപ്രഭാഷണം, ഗീതാജ്ഞാനങ്ങളിലോ ഒക്കെ പങ്കെടുക്കാൻ. ഏച്ചിക്കാനം അമൃത വിദ്യാലയം, നീലേശ്വരം കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ സമ്പൂർണ്ണ ഗീതാപാരായണത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു.
ദേശീയപാതയിലെ പടന്നക്കാട്ട് ജീപ്പിടിച്ച് വൈദ്യുതി തൂണുകൾ തകർന്നു. അപകടത്തെ തുടർന്ന് പടന്നക്കാട് മേഖലയിൽ വെള്ളിയാഴ്ച രാവിലെ മുടങ്ങിയ വൈദ്യുതി വിതരണം വൈകിട്ടാണ് പുനഃസ്ഥാപിച്ചത്. മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കോട്ടയം സ്വദേശികൾ സഞ്ചരിച്ച ബൊലേറോ ജീപ്പാണ് വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെ അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റി റോഡിന് എതിർവശത്തേക്ക് പാഞ്ഞു കയറിയ ജീപ്പ് കോൺക്രീറ്റ് വൈദ്യുതി തൂണും ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന ലോഹത്തൂണും തകർത്തു. ആർക്കും പരിക്കില്ല. തൂൺ തകർന്നു വീണതോടെ വാഹനവും ഇതിനിടയിൽ കുടുങ്ങി. പടന്നക്കാട്ടെ മരമില്ലിൽ നിന്നും ക്രെയിൻ എത്തിച്ചാണ് വാഹനം വലിച്ചു നീക്കിയത്. KSEB പടന്നക്കാട് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഉടൻ തന്നെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. തകർന്ന തൂണുകളും വൈദ്യുതി കമ്പികളും മാറ്റിയിട്ട് വൈകിട്ടോടെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് MSF പ്രവർത്തകർ പൗവൽ LBS എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ഹോൾസെയിൽ വിലയിൽ മുഴുവൻ ഹോസ്റ്റലുകളിലേക്കും പ്രതിമാസ സാധനങ്ങൾ എത്തിക്കാനുള്ള സംവിധാനം നടപ്പിലാക്കുക, കെട്ടിക്കിടയ്ക്കുന്ന കണ്ടോണേഷൻ അപേക്ഷകൾ തീർപ്പാക്കുക, ചലാൻ കാലാവധി കഴിഞ്ഞിട്ടും വിദ്യാർത്ഥികളുടെ ഭാവി അവതാരത്തിലാക്കുന്ന നയം നിർത്തുക, സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കുക, അക്കാദമിക് കലണ്ടറിൽ നൽകിയ കോളേജ് ആർട്സ് ഡേ ഉടൻ പ്രഖ്യാപിക്കുക, നിസ്സാര കാരണങ്ങൾക്ക് വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്ന പ്രവണത നിർത്തലാക്കുക, ഷഹനാസ് ലേഡീസ് ഹോസ്റ്റലിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കറണ്ട് ബിൽ വിദ്യാർത്ഥിനികളിൽ നിന്നും ഈടാക്കാതിരിക്കുക, അധ്യാപകരുടെ സ്വഭാവദൂഷ്യവും ഫാസിസ്റ്റ് നിലപാടുകളും നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് MSFന്റെ നേതൃത്വത്തിൽ LBS എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. പൗവലിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം MSF സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള ഏകാധിപതികളായ പ്രിൻസിപ്പൽമാർ, അതുപോലെ തന്നെ ലാഭം മാത്രം ലക്ഷ്യം വെക്കുന്ന കോളേജ് മുതലാളിമാർ, ഇവരൊക്കെയും ഉയർന്നു വരികയും ചെയ്യുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്നത് സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ്. കേരളത്തിലാകെയുള്ള 136ഓളം വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏതാണ്ട് 80% വിദ്യാർത്ഥി പീഡനങ്ങൾ കൊണ്ട് മാത്രം കേരളത്തിൽ അറിയപ്പെടുന്ന ക്യാമ്പസുകളാണ്. പ്രത്യേകിച്ചും പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലാണ് ഈ വിധത്തിലുള്ള വലിയ കൊള്ളകൾ മാനേജ്മെന്റുകളും അതുപോലെ തന്നെ പ്രിൻസിപ്പലും മറ്റു അധ്യാപകരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. MSF LBS എഞ്ചിനീയറിംഗ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ഇംതിയാസ് അധ്യക്ഷത വഹിച്ചു. MSF നേതാക്കളായ ഖലീൽ തുരുത്തി, അസീസ് കളത്തൂർ, ഹാഷിം ബംബ്രാണി, ഉസാം പള്ളങ്കോട്, റൌഫ് ബാവിക്കര, ബാഷ പൗവൽ, CI ഹമീദ്, റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്ദുർഗ് വിദ്യാഭ്യാസ ഉപജില്ലയിലെ SC/ST വിദ്യാർത്ഥികൾക്കുള്ള കൾച്ചറൽ ഫെസ്റ്റ് നീലേശ്വരത്ത് നടന്നു. കാസർഗോഡ് സർവശിക്ഷാ അഭിയാൻ ആയിരുന്നു സംഘാടകർ. നീലേശ്വരം NKBM AUP സ്കൂളിലാണ് പരിപാടി നടന്നത്. നഗരസഭാ അധ്യക്ഷ V ഗൗരി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കലാവാസനകളെ കൂടി പുറത്തെടുത്തുകൊണ്ട് കളിയും പഠനവും കലയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് വളരെ നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ സ്കൂളിനപ്പുറത്ത് വീട്ടിനകത്ത് അവർ ചെയ്യുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ കണ്ടെത്തിക്കൊണ്ട് സ്കൂൾ PTA പ്രസിഡന്റ് A അബ്ദുൾ റഷീദ് അധ്യക്ഷനായി. ഹോസ്ദുർഗ് BPO K ഗ്രീഷ്മ, പ്രധാനാധ്യാപകൻ MV ഗിരീശൻ, K അമ്പിളി, TK കേശവൻ നമ്പൂതിരി, N രാജീവൻ, ഷീബ രാജു, MR ശ്യാംഭട്ട് എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് DEO P ശ്രീധരൻ മാസ്റ്ററുമായി കുട്ടികൾ അഭിമുഖം നടത്തി. C ഷൈജു ക്ലാസ് എടുത്തു. കൾച്ചറൽ ഫെസ്റ്റിൽ വട്ടിനൃത്തം, മറയൂരാട്ടം, മംഗലം കളി എന്നീ കലാപരിപാടികളും അരങ്ങേറി. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ട്രോങ് റൂം ഉദ്ഘാടനം നടന്നു. സ്വർണ്ണ വായ്പ വിതരണം തുടങ്ങി. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ട്രോങ് റൂം ഉദ്ഘാടനം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ K സജീവ് കാർത്ത നിർവഹിച്ചു.
ഉദ്ഘാടനം ചെയ്യുന്നതായി ഔദ്യോഗികമായി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ച ഒരു കാര്യത്തിന് തന്നെ ആദ്യം മറുപടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു സഹകരണ വളർച്ച ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും വലിയ മേഖലയായി മാറിയിരിക്കുന്നത് സഹകരണ പ്രസ്ഥാനമാണ്. ആ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്യാൻ ബാധ്യപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് സഹകരണ വകുപ്പ്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി യൂസഫ് ഹാജി അധ്യക്ഷനായി. ചടങ്ങിൽ CA പീറ്റർ, ഉഷ ജേക്കബ്, A ഹമീദ് ഹാജി എന്നിവർ സംസാരിച്ചു. ഹരിപ്രസാദ് സ്വാഗതവും വിനോദ് നന്ദിയും പറഞ്ഞു. അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് ഫെസ്റ്റ് തുടങ്ങി. UP വിഭാഗം വിദ്യാർത്ഥികളാണ് ഇംഗ്ലീഷ് ഫെസ്റ്റിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികളിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് വൈദഗ്ധ്യം വരുത്തുന്നതിനാണ് ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഹോസ്റ്റർ AEO TM സദാനന്ദൻ ഇംഗ്ലീഷ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. അമ്പലത്തറ ഹൈസ്കൂളിലേക്ക് ഹോസ്റ്റർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായതിനു ശേഷം 2 പ്രാവശ്യം എന്നെ ചില പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചിരുന്നുവെങ്കിലും വരാൻ സാധിക്കാത്തതിലേറെ ദുഃഖമുണ്ട്. ബഹുമാനായ എൻ്റെ സുഹൃത്ത് പത്മനാഭ മാസ്റ്റർ പറഞ്ഞാൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റുകയില്ല. എന്നിരുന്നാൽ പോലും വളരെ ഔദ്യോഗികമായ തിരക്കുകൊണ്ട് മാത്രമാണ് ഇന്ന് വരാതിരുന്നത്. പക്ഷേ ഈ വിദ്യാലയവുമായി എനിക്ക് ഏറെ ബന്ധമുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ കുട്ടികൾക്ക് പ്രാവീണ്യം നേടിക്കൊടുക്കാനാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ വാർഡംഗം പ്രേമസുധ അധ്യക്ഷയായി. വാർഡംഗം AV നാരായണൻ, PTA പ്രസിഡന്റ് V കൃഷ്ണൻ, ശ്രീകാന്ത് മാസ്റ്റർ, രാജേഷ് സക്കറിയ, പ്രസന്നകുമാരി, KJ ലിസിയാമ്മ, സറീന BV എന്നിവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ MP പത്മനാഭൻ മാസ്റ്റർ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് M സതി നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് സൗത്ത് തളാപ്പൽ വലിയ വീട് തറവാട് കളിയാട്ട മഹോത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. അനുഗ്രഹം ചൊരിഞ്ഞ് വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. കാഞ്ഞങ്ങാട് സൗത്ത് തളാപ്പൻ വലിയ വീട് തറവാട് കളിയാട്ട ഉത്സവം തുടങ്ങി. കളിയാട്ടത്തിന്റെ ഭാഗമായി പുതിയ ഭഗവതി, വിഷ്ണുമൂർത്തി, പൊട്ടൻ തെയ്യങ്ങൾ കെട്ടിയാടി. അനുഗ്രഹം തേടി 100 കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. കിഴക്കുങ്കര ചെരിച്ചിൽ കുതിരുമ്മൽ തറവാടിന്റെ പുനഃപ്രതിഷ്ഠാ കർമ്മം ഭക്തിയുടെ നിറവിൽ നടന്നു. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. ചെരിച്ചിൽ കുതിരമ്മൽ തറവാട്ടിന്റെ പുനഃപ്രതിഷ്ഠാ കർമ്മം ക്ഷേത്രമന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. 100 കണക്കിന് ആളുകൾ ചടങ്ങുകൾ സാക്ഷിയാകാനെത്തി. പുനഃപ്രതിഷ്ഠാ കർമ്മത്തിന്റെ ഭാഗമായി ചെരിച്ചൽ മുത്തപ്പൻ മടപ്പുര ജനകീയ ഭരണസമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടത്തി. മാർച്ച് 6-7 തീയതികളിൽ ഉച്ചൂളി കുതിരമ്മൽ ഭഗവതിയുടെ തിരുവുത്സവം നടക്കും. മഞ്ചത്തടുക്കം മകാം ഉറൂസിന് ഞായറാഴ്ച തുടക്കമാകും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ പതാക ഉയർത്തുന്നതോടെ ഉറൂസിന് തുടക്കം കുറിക്കും. രാത്രി 7 മണിക്ക് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രമുഖ മതപണ്ഡിതന്മാർ പ്രഭാഷണം നടത്തും. പരിപാടിയിൽ നിരവധി പ്രമുഖർ സംബന്ധിക്കും.
8-ാം തീയതി ഉച്ചയോടെ നടക്കുന്ന അന്നദാനത്തോടെ ഉറൂസ് സമാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഉറൂസ് ഈ വരുന്ന മാർച്ച് 1-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. രാവിലെ അവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ്, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി മുഗർ അവറുകൾ പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുന്ന ഉറൂസ് പരിപാടി പ്രഗത്ഭരായ പ്രാസംഗികന്മാരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ഗഹനമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് അവിടെ മതപ്രസംഗം 7 ദിവസങ്ങളിലായി മതപ്രസംഗം നടക്കുകയാണ്. മുഹമ്മദ് ഹാജി മൊഗർ, മജീദ് പടിഞ്ഞാർ, PM അബൂബക്കർ, മുഹമ്മദ് അലി മഞ്ചത്തടുക്ക, AMA ഹമീദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ക്ഷേത്ര കളിയാട്ടത്തിനെത്തിയവർക്ക് ദാഹജലം നൽകിയത് മുസ്ലിം സഹോദരങ്ങൾ. കിനാലൂർ കരിന്തളം പഞ്ചായത്തിലെ ചായോം കണിയാടത്തായത്തറക്കൽ ചെറളത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ട നഗരിയിലായിരുന്നു കുടിവെള്ള വിതരണം. കളിയാട്ട നഗരിയിലെ ജനത്തിരക്കിൽ വലഞ്ഞ സഹോദരങ്ങൾക്ക് ചായോം മുഹീദ്ദീൻ മസ്ജിദ് കമ്മിറ്റിയാണ് ദാഹജലം നൽകിയത്. ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഇതിനായി വിപുലമായ സംവിധാനങ്ങൾ ക്ഷേത്ര സമീപം ഒരുക്കിയിരുന്നു. കളിയാട്ട നഗരിയിൽ ജമാഅത്ത് പ്രവർത്തകരുടെ സന്നദ്ധ സേവനം ക്ഷേത്ര വോളണ്ടിയർമാർക്കും സഹായകമായി. ഇവിടെ നടക്കുന്ന ഉത്സവത്തിൽ നമ്മൾ കുടിവെള്ള വിതരണം രാവിലെ മുതൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല ജനങ്ങളായിട്ടുള്ള നമ്മോട് നല്ല സഹകരണമാണുള്ളത്. പെരിങ്ങാര അമ്പലത്തിൽ വെള്ളം കൊടുത്തിരുന്നു. കഴിഞ്ഞ വർഷവും പെരിങ്ങാര അമ്പലത്തിൽ ഞങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി കുടിവെള്ളം വിതരണം ചെയ്തു. കളിയാട്ട സമാപന ദിനത്തിൽ പ്രധാന ആരാധനാമൂർത്തിയായ ചെറളത്ത് ഭഗവതിയുടെ തിരുമുടിവേരൽ ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ സർവകലാശാല കലോത്സവം സ്റ്റേജിന മത്സരങ്ങൾക്ക് തുടക്കം. സ്റ്റേജ് ദിന മത്സരത്തിൽ ബ്രണ്ണൻ കോളേജ് ജേതാക്കൾ. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ കോർ ബാങ്കിംഗ് സേവനം നിലവിൽ വന്നു. കാഞ്ഞങ്ങാട് IMAയുടെ ആരോഗ്യ മൈത്രി പദ്ധതിക്ക് തുടക്കമായി. സ്വർണ്ണക്കടത്ത് പ്രതികൾ 5ലധികം തവണ സ്വർണം കടത്തിയതായി കണ്ടെത്തി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ചിന്മയാനന്ദ സ്വാമിയുടെ ജന്മദിനാഘോഷം. ചിന്മയ വിഷന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ഗീതാപാരായണം നടന്നു. നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.